സോ ജിയോ എയർ ഫൈബറുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ടിരുന്നത് കൊണ്ടാണ് ഇതിന്റെ അപ്ഡേറ്റ് ഞാനിപ്പോൾ തരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇൻസ്റ്റലേഷന്റെ സമയത്ത് ആർക്കൊക്കെ എടുക്കാം, ഇത് എടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, ഇതിന്റെ മെറിറ്റ് എന്തൊക്കെയാണ്, ഇതിൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. ഒരു മാസത്തെ യൂസർ റിവ്യൂ അടക്കം ഞാൻ ഇട്ടിരുന്നു. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടേക്കാം. ഇപ്പൊ നിലവിൽ ഒരു 5-6 മാസം അടുത്തായി നമ്മൾ ജിയോ എയർ ഫൈബർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെയും കിട്ടാതിരുന്ന ഒരു പണിയാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. വേറെ സ്പീഡിന്റെ കാര്യത്തിനോ നെറ്റിന്റെ കാര്യത്തിനോ ഒന്നും ഒരു പ്രശ്നങ്ങളും ഈ ഒരു ജിയോ എയർ ഫൈബർ എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയിട്ട് ചെറിയൊരു ബഫറിങ് പോലും നമുക്ക് വന്നിട്ടില്ല. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല 8ന്റെ പണിയാണ് ഇപ്പോൾ വന്ന് കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, അതിന്റെ റിസീവർ വർക്കാവുന്നില്ല. നമുക്ക് നെറ്റ് അതിനുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഔട്ടായിരിക്കുകയാണ്. നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടല്ലോ റിസീവർ വെക്കുന്നത്, അത് 5G ഡിറ്റക്ട് ചെയ്യുന്നില്ല, 5G റിസീവ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നെറ്റ് കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. അപ്പൊ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി ആരുമില്ല. ഇതിപ്പം കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുമായിട്ട് വന്ന അവരെ ആൾക്കാരൊക്കെ വന്ന് കാര്യം പറഞ്ഞ, ബട്ട് അന്നേരമാണ് അറിയുന്നത് ഇതിന്റെ ലൊക്കേഷൻ വേറൊരു ഔട്ട്ലെറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇവരിത് പിടിപ്പിച്ച സമയത്ത് ഇതൊന്നും നോക്കിയില്ല. അവര് പുതിയൊരു ഓർഡറല്ലേ ചാടി കയറി ഇത് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി. അപ്പോൾ അവരും വിചാരിച്ച് കാണത്തില്ല ഈ റിസീവറിന് ഇത്ര പെട്ടെന്ന് കംപ്ലൈന്റ് ആവുമെന്ന്. ഈ റിസീവറിന് കംപ്ലൈന്റ് വരില്ല, എല്ലാം വാറന്റി ഉണ്ട്, ഇത് ഫ്രീ ആയിട്ട് തന്നെ റീപ്ലേസ്മെന്റ് എല്ലാം കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അത് എന്ന് വേണമെന്നുണ്ടെങ്കിലും ചെയ്തു തരുമെന്നൊക്കെയാണ് ഇവർ അന്ന് പറഞ്ഞിരുന്നത്. അതൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എന്നാൽ ഇത് മാറുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ലൊക്കേഷൻ ഏത് ഔട്ട്ലെറ്റിന്റെ അണ്ടറിലാണോ അവർക്ക് മാത്രമേ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പിടിപ്പിച്ചു തന്നവരല്ല, വേറൊരു ആൾക്കാരാണ് ഇത് പിടിപ്പിക്കേണ്ടത്. അപ്പം അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3-4 ദിവസം അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. കംപ്ലീറ്റ്ലി നെറ്റും ഇല്ല, ഒന്നുമില്ല. അതായത് വൈഫൈ നെറ്റ്വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടാൻ സാധിക്കാതെ വന്നത്. കാരണം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റും കാര്യങ്ങളും വേണം. മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം വേറൊരു രീതിയിലാണ് നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇത് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഔട്ട്ലെറ്റിന്റെ അണ്ടറിൽ തന്നെ ഉള്ള ലൊക്കേഷൻ ആണോ എന്ന് നിങ്ങൾ ഉറപ്പിച്ചോണം. കാരണം അവർക്ക് മാത്രമേ അത് പിന്നീട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്ത് ഇവർ ചിലപ്പം കൈയൊഴിയും. അവരുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ടുവന്ന് വേണം ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിലവിൽ കസ്റ്റമർ കെയറിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സർവീസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി, സംഭവം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കോറി അവർ തന്നെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു സർവീസ് എഞ്ചിനീയറുടെ റിക്വസിഷൻ അവർ തന്നെ അത് ക്ലോസ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇവരുടെ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് പക്ക തട്ടിപ്പാണ്, ഉടായിപ്പാണ്. ഒരു രീതിയിലും നമ്മളുമായിട്ട് സഹകരിക്കുന്ന രീതിയിലോ ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കണം ഇവർ വരുവോ ഇല്ലയോ. ഇല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയുക, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. അത് ചിലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ തട്ടിപ്പ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു തരാം. അപ്പം ഇത് സൂക്ഷിച്ചും കണ്ടു അതുകൊണ്ട് എടുത്തോണം. ഇതെന്തെങ്കിലും കേട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിന്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ അടച്ച് 2-3 മാസത്തെ ഒന്നിച്ച് അടച്ചിട്ടാണല്ലോ എടുക്കുന്നത്. ഇതിനുള്ളിൽ വന്നിട്ട് ഇവർ പ്രോപ്പറായിട്ട് വന്നിട്ട് സർവീസ് പ്രോപ്പറായിട്ട് തന്നില്ല, റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ബില്ല് അടച്ചിട്ട് അത്രയും ദിവസം നമുക്ക് ഡിലേ ആവും, നമ്മുടെ കാശും പോവും, അത്രയേ ഉള്ളൂ. അത് നമുക്ക് കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് നമുക്ക് പോയി കിട്ടും. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ഈ ഒരു ഉപയോഗിച്ച് ഇവർ ഈ പറയുന്ന ഫ്രീ പീരീഡും കഴിഞ്ഞ് നമ്മൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ ഒരു ബിൽ ഡേറ്റിങ്ങിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് സംഭവം നടക്കുന്നത്. 2-3 ദിവസത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. അത് സ്റ്റാർട്ടിങ് സമയത്തോ ഇൻ ബിറ്റ്വീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബില്ല് അടച്ചിട്ട് ഇത്രയും ഇവർ റെഡിയാക്കാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ബില്ല് വെറുതെ അടച്ചതായിട്ട് പോലും നമ്മുടെ എമൗണ്ടും അത്രയ്ക്ക് നഷ്ടപ്പെടും. അപ്പോൾ എടുക്കുന്നവർ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 5-6 മാസത്തെ യൂസർ റിവ്യൂ ആയിട്ട് തന്നെ കരുതിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്പീഡൊക്കെ പക്കയാണ്, നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും ഒക്കെ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓക്കെയാണ്. ബട്ട് കസ്റ്റമർ സർവീസ് വളരെ ബോറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ട്, റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റെനൻസിന്റെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള റെസ്പോൺസുകളും ഇല്ല. ഭയങ്കര ഡിലേ ആണ്. ഇപ്പം 3-4 ദിവസമായിട്ട് ഒരു രീതിയിലും നമുക്ക് അവരുമായിട്ട് ഇത് ചെയ്തു പോകാൻ പറ്റുന്നില്ല. ഇത് കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ കാണിക്കുന്ന അവരുടെ തിടക്കവും കാര്യങ്ങളും ഇതിന്റെ സർവീസ് വരുമ്പോഴോ അത് റീപ്ലേസ് ചെയ്യാനോ ഇവർക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എടുക്കാൻ പോകുന്നവർ നെറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവര്, അതുപോലെ തന്നെ ഒഴിവാക്കാൻ സാധിക്കാത്തവര്, എപ്പോഴും വേണ്ടവര്, ഇങ്ങനെയുള്ളവരൊക്കെ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഔട്ട്ലെറ്റ്
ഔട്ട്ലെറ്റിൽ നിന്ന് സർവീസ് കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങളുടെ ലൊക്കേഷൻ അവരുടെ അണ്ടറിൽ തന്നെയാണോ വരുന്നതെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം എടുക്കുക. എടുത്ത് അവരുമായിട്ട് കൺഫേം ചെയ്യുക. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് റീപ്ലേസ് ചെയ്ത് തരും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ വർക്കുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് നെറ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കളയേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിങ്ങൾ അടച്ച ഒരു എമൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ബില്ലടച്ച എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇതിന്റെ ഇൻ ബിറ്റ്വീനും ഒക്കെയാണ് സംഭവം കേടാകുന്നുണ്ടെന്നെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം മേടിച്ചു വെച്ചാൽ പോലും നമുക്ക് നഷ്ടവും കാര്യങ്ങളും ഒന്നും വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ കേടും അങ്ങനെ റിസീവറിനോ ഇതിന്റെ മോഡത്തിനോ ഒന്നും അങ്ങനെ കേടൊന്നും വരുന്നതല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ വളരെ ചുരുക്കം പലർക്കും ഇത് പ്രശ്നങ്ങൾ വരുന്നുമുണ്ട്. അപ്പം സാഹചര്യത്താൽ അങ്ങനെ വന്നു. അപ്പൊ എടുക്കുന്നവർ അതൊന്ന് സൂക്ഷിക്കുക. ഇതൊരു 5 to 6 months ഞാൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രം പറയുന്നതാണ്. അപ്പം ജിയോയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് അവരും ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ തുടങ്ങിയ ഉടനെ തന്നെ ഈ ഒരു സർവീസ് അവരും നിർത്തേണ്ടതായിട്ട് വരും. അപ്പൊ നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇതിന്റെ കുറ്റം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ബാഡ് സൈഡും കൂടെ വരുമ്പോൾ അതും നമ്മൾ പറയണമല്ലോ. കാരണം ഓൾറെഡി നല്ല സൈഡും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇതെങ്ങനെ എടുക്കാം, അത് ഒത്തിരി സംശയങ്ങളും ചോദിച്ചിരുന്നു. അപ്പം നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാഡ് സൈഡ് ആരും അറിയാതെ പോകുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം.